ഹായ് ഹലോ ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ ഒരാഴ്ച നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും കഥകൾ മാറിമറിയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അശോകനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്യാമ ശ്രമിച്ചതാണ്. പക്ഷെ പ്രതീക്ഷിക്കാതെ ഉള്ള രാധയുടെയും പ്രമീളയുടെയും പ്രീതിയുടെയൊക്കെ വരവിൽ ആ ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചു. പക്ഷെ ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അശോകൻ. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. ഈ ഒരു കാര്യമൊന്നും ശ്രുതിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ പ്രീതി ഈ ഒരു കാര്യങ്ങൾ ശ്രുതിയെ അറിയിക്കുകയാണ്. അങ്ങനെ ശ്രുതി നേരെ ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. ശ്രുതിക്കൊപ്പം അശ്വിനും കൂടി ഹോസ്പിറ്റലിലോട്ട് എത്തുവാണ്. പക്ഷേ ആ ഒരു സമയത്ത് ശ്യാം അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് ആകാശിന്റെ വരവ്. അപ്പോൾ ആകാശിനെ കണ്ടിട്ട് ശ്യാം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ആകാശിന്റെ കണ്ണിൽ നിന്നും ഒരുപാട് വട്ടം ഓടി രക്ഷപ്പെട്ട് അവിടെ നിന്ന് തടിത്തപ്പാൻ വേണ്ടിയിട്ടെല്ലാം നമ്മുടെ ശ്യാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി മനോരമ അന്ന് പ്രീതി ഒരുപാട് ആട്ടി ഇറക്കി വിട്ടു. അതിൻ്റെ സങ്കടത്തിൽ പ്രീതിയെ ആകാശ് വിളിച്ചുവെങ്കിൽ പോലും പ്രീതിയോട് സംസാരിക്കാനോ ഒന്നിനും അവിടെ ആകാശിനോട് സംസാരിക്കാനൊന്നും പ്രീതി തയ്യാറായിരുന്നില്ല. അപ്പം അതിന് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ പ്രീതിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആകാശ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ ഹോസ്പിറ്റലിൽ എത്തുകയും പ്രീതിയെയും തൻ്റെ അമ്മയൊക്കെ പിടിച്ച് കരയുവാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ, അച്ഛൻ ഇങ്ങനെ വന്നല്ലോ, അതിന്റെ സങ്കടത്തിനാണ് എല്ലാവരും. ഇനി എന്ത് ചെയ്യും, വലിയൊരു താങ്ങും തണലും ആയിരുന്നു അച്ഛൻ. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലായിരുന്നു. അങ്ങനെ പ്രീതിയും നമ്മുടെ പ്രമീളയൊക്കെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുന്നുണ്ട്. ആ ഒരു സമയത്ത് ശ്രുതിയുടെ കൂടെ അശ്വിൻ വന്നു. അപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ അശ്വിനോടുള്ള ഇഷ്ടമുണ്ട്. പക്ഷേ അത് ശ്രുതിക്ക് അറിയത്തില്ല. കാരണം അശ്വിനെ കാണുമ്പോഴെല്ലാം ശ്രുതിയുടെ നെഞ്ചിങ്ങനെ പടപടാന്ന് ഇടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അശ്വിൻ ശ്രുതിയെ കാണുമ്പോഴും അശ്വിനും ഇതേ ഒരു അനുഭവമാണ് വരുന്നത്. അങ്ങനെ തൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നു. ചേച്ചിയും അമ്മയും എല്ലാവരും ഒറ്റയ്ക്കാണ്. അപ്പോൾ ആ ഒരു സങ്കടം സഹിക്കാനാകാതെ നിൽക്കുന്ന സമയത്താണ് അശ്വിൻ അവിടെ ശ്രുതിക്ക് താങ്ങായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രണയവും തൻ്റെ സങ്കടവും എല്ലാം പുറത്ത് ചാടി ശ്രുതി ഓടിപ്പോയി അശ്വിനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിക്കുമ്പോൾ അശ്വിൻ പെട്ടെന്ന് പേടിച്ചു പോയി. കാരണം ഇങ്ങനെ പ്രതീക്ഷിക്കാതെയാണല്ലോ ശ്രുതി വന്ന് കെട്ടിപ്പിടിക്കുന്നത്. അങ്ങനെ കെട്ടിപ്പിടിക്കുകയും അങ്ങനെ കുറച്ചു നേരം നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിക്ക് ഓർമ്മ വന്നു, ഞാൻ എന്താ ഈ ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് ശ്രുതി അശ്വിനെ പിടിച്ച് തള്ളിയതിന് ശേഷം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിയുടെ ഈ ഒരു വരവിൽ അശ്വിനും പെട്ടെന്ന് ഷോക്കായിപ്പോയി. അത് മാത്രമല്ല ശ്രുതി നിൽക്കുമ്പോൾ എന്തോ ഒരു പ്രണയം തൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉള്ളതുപോലെ, ശ്രുതിയോട് ഉള്ളതുപോലെ അശ്വിനും തോന്നുന്നുണ്ട്. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഈ ഒരാഴ്ച വലിയൊരു നിർണായക ദിവസമാണ്. ശ്യാമിന്റെ ചതിയെല്ലാം പുറത്താവാൻ പോകുന്ന ദിവസമാണ്. അശോകൻ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അശോകൻ ജീവിതത്തിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ ഉറപ്പായിട്ടും തൻ്റെ മകളെ ചതിക്കാൻ നോക്കുന്ന ശ്യാമിന്റെ ചതിയെല്ലാം എല്ലാവരോടും തുറന്നു പറയും. അങ്ങനെയാണെങ്കിൽ പിന്നെ ശ്യാമിന്റെ ആ കളികളൊന്നും നടക്കത്തില്ല. പക്ഷേ അതേ മറിച്ച് അശോകന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശ്യാമിന്റെ ചതി ആരും തിരിച്ചറിയത്തില്ല. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും വളരെ നിർണായക ഘട്ടമാണ്. അതുമാത്രമല്ല വളരെ ഒരുപാട് ട്വിസ്റ്റും കൂടി നിറഞ്ഞ എപ്പിസോഡായിരിക്കും ഈ ഒരാഴ്ച വരാൻ പോകുന്നത്. പ്രേക്ഷകർ കാത്തിരുന്നത് പോലെ ശ്രുതിയുടെയും അശ്വിന്റെയും മനസ്സിലുള്ള ആ ഒരു പ്രണയം പൊട്ടിമുളയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.